അഭിപ്രായം പറഞ്ഞു. താങ്കളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് പറയാം. അഭിപ്രായം ഉണ്ടോ? വേണ്ടാത്ത അഭിപ്രായമുള്ളവരും പറഞ്ഞു. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് തീരുമാനിക്കാം. ഇല്ല, അതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് പറയാം. എല്ലാവരുടെ അഭിപ്രായങ്ങളും കേൾക്കാം. ചീമേനി ഞാൻ പറഞ്ഞപ്പോൾ എതിർപ്പ് വന്നു, എതിർപ്പുകളെ മാനിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എതിർത്തു. അതിനു മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP എതിർത്തു. സന്ദീപ് വാര്യർ MLA പറഞ്ഞു രാജിവെക്കുന്നു. അദ്ദേഹത്തിന്റെ രാജി ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നില്ല. പദ്ധതി വേണ്ട. ആ തട്ടിപ്പ് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. വിജയ ഏത് വിജയ? നിങ്ങൾക്ക് എന്താ തിരക്ക്? മഴ കഴിയട്ടെ, മഴയുടെ പ്രശ്നം കഴിയട്ടെ. അത്യാവശ്യം ഞാൻ മാത്രമല്ലോ, KPCC അതിശക്തമാണ്. ഞാൻ മാത്രമല്ല, ടീം ഓഫ് ലീഡേഴ്സ് ആണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നത്. ജില്ലാ കമ്മിറ്റികളുണ്ട്, എല്ലാ ഘടകങ്ങളും ഉണ്ട്. സംഘടനാ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കാം. അല്ല, കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മിനിസ്റ്ററുടെ മണ്ഡലത്തിലാണ്. KCB ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ നഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ വകുപ്പ് നോക്കണോ പാർട്ടി നോക്കണോ? രണ്ടും നോക്കാം. തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ നോക്കാം. ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെടും. അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ഫാക്ടർ. സമയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇന്ന് വിളിക്കൽ ഒരു കല്യാണത്തിന് പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ഫാക്ടർ. സമയം കിട്ടുമെങ്കിൽ ഇരിട്ടി ടൗണിൽ ഇപ്പോൾ ഒരു പരിപാടി ഉണ്ടെങ്കിൽ, ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് എന്നെ നേരത്തെ വിളിച്ചതാണെങ്കിൽ ഞാൻ ഇരിട്ടി കൂടെ കടന്നു പോകുമ്പോൾ നാടൻ മുറിക്കും. പുളിക്കല് വഴി പയ്യാവൂരേക്കോ ചെറുപുഴയ്ക്ക് പോകുമ്പോൾ ഒരു സുഹൃത്തിന്റെ മകന്റെ കല്യാണം ഉണ്ട്, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും. അതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ട വരുന്നേ. എറണാകുളംകാരനല്ലേ മുഖ്യമന്ത്രി. തിരുവനന്തപുരത്തെ ഒരു കാര്യത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാ ജില്ലകൾക്കും ചുമതല കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, മീറ്റിങ്ങുകൾ വിളിക്കുന്നുണ്ട്. ഇത്രയും അത് നിങ്ങൾ ഏത് മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചാ സംസാരിച്ച? മുൻ മുഖ്യമന്ത്രിയെ കുറിച്ച്? ഇത്രയേറെ മാധ്യമങ്ങളെ കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ല. എന്റെ ശ്രദ്ധയിൽ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ കുറ്റാരോപിക്കാൻ വേണ്ടി നടത്തിയല്ല. ഇപ്പൊ ഞാൻ ഈ പ്രളയ പ്രശ്നം ഉണ്ടായ സ്ഥലങ്ങളിൽ കഴിയുന്നത്ര സന്ദർശിച്ച് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനാണ് ഞാൻ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഗ്രാം. ഞാൻ പറഞ്ഞല്ലോ, പരിപാടിനെ ആശ്രയിച്ചിരിക്കും, സമയത്തെ ആശ്രയിച്ചിരിക്കും. ഞാൻ തളിപ്പറമ്പ് ഞാൻ പോകുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ കയറി വരും. മഴക്കെടുതി വിശദീകരിക്കാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന ചോദ്യത്തോടാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പ്രതികരിച്ചത്.